നമസ്കാരം, ഞാൻ ദിനേഷ് തോപ്പുണ്ണിക. നമ്മളെ ചെണ്ടുമല്ലി കൃഷി ഇങ്ങനെ തുടങ്ങി വന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ കൂമ്പ് അടഞ്ഞു നിൽക്കണം, മൊട്ട് വരാനുള്ള ഒരു ലക്ഷണമൊക്കെ കാണണം. അതുപോലെ അടുത്തൊരു 25-ാം തീയതിയോട് കൂടിയിട്ട് നമ്മൾ മൊട്ട് ചെറുതായിട്ട് കണ്ടു തുടങ്ങണം. ചെറിയ മൊട്ടുകൾ 25-26 തീയതികൾ കണ്ടു തുടങ്ങണം. ഈ അവസ്ഥയിൽ എത്താത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് വളർച്ച ശരിയാവാത്ത ആൾക്കാർ, അതുപോലെ മൊട്ട് വരുന്നതിൻ്റെ ലക്ഷണം കാണിക്കാത്ത ആൾക്കാർ, അവരൊന്നും പേടിക്കേണ്ട കേട്ടോ. ഒറ്റ കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അത്തത്തിന് പൂ പൊട്ടിക്കണോ, തിരുവോണത്തിൻ്റെ 2 ദിവസം മുന്നേ പൊട്ടിക്കണോ? അത്തത്തിന് പൂ പൊട്ടിക്കണം എന്നുള്ള ആൾക്കാരില്ലേ, അത്തത്തിന് പൊട്ടിച്ചു തുടങ്ങണം എന്നുള്ള ആൾക്കാർ ഇനി മറ്റു വളങ്ങളൊന്നും കൊടുക്കാതെ നമ്മളുടെ ഒരു 1/2 സ്പൂൺ പൊട്ടാഷ്യം ഇട്ട് കൊടുക്കുക. 13, 27 2 ദിവസം 3 ദിവസത്തെ ഗ്യാപ്പിൽ ഡയലൂട്ട് ചെയ്ത് നല്ലോണം ഡയലൂട്ട് ചെയ്ത് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടികൾക്ക് സ്പ്രേ ചെയ്ത് 2 ദിവസത്തെ ഗ്യാപ്പിൽ 13, 27 ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക. അത് 2 ദിവസം 3 ദിവസത്തെ ഗ്യാപ്പിൽ അങ്ങനെ കൊടുത്തു പോയിക്കോളൂ. പിന്നെ അതേപോലെ തന്നെ വളർച്ച എത്തി പൂടാനുള്ള ഒരു ലക്ഷണം കാണിക്കുന്നില്ല എന്നുള്ള തോന്നുകയാണെങ്കിൽ മാത്രം ജിബർലിക് ആസിഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉള്ളൊരു ബൂസ്റ്റർ മരുന്ന് കിട്ടും. അത് വാങ്ങിയിട്ടൊന്ന് സ്പ്രേ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം നിങ്ങൾ നൈട്രജൻ കൊടുക്കുന്നില്ലേ, വളങ്ങൾ മണ്ണ് കൂട്ടി കൊടുക്കുക, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, ഈ സാധനങ്ങളൊക്കെ അതൊക്കെ അതേപോലെ കൊടുത്തോളൂ. ഇനി ഈ 13, 27 കിട്ടുന്നില്ല ആളുകൾ മാത്രം SOP, MOP, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യം, ഇതിലേതെങ്കിലും ലിക്വിഡായിട്ട് അത് വാങ്ങണമെന്നില്ല. ഏറ്റവും ബെസ്റ്റ് കുറഞ്ഞ ക്വാണ്ടിറ്റി കിട്ടുന്നത് ഇതാണ്. ഇങ്ങനെ ഏതെങ്കിലും വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് പൂ ഇടും കേട്ടോ. ഇനി ഇത് അത്തത്തിന് പൂ പൊട്ടിക്കണമെങ്കിലാണ് ഈ ക്രമം കൊടുക്കേണ്ടത്. ഇനി തിരുവോണത്തിൻ്റെ 2 ദിവസം മുന്നേ പൊട്ടിച്ചാൽ മതി, നിങ്ങൾക്ക് ചെടി ഒന്നും കൂടി തഴച്ച് വളർന്നിട്ട് പൂ ഇട്ടാൽ മതി എന്നുള്ള തോന്നലുള്ള ആൾക്കാർ ഈ 25-ാം തീയതിൻ്റെ കാര്യം ഒന്ന് കണ്ട് മറക്കുക. ഇപ്പം കൊടുക്കുന്ന പോലെ തന്നെ 30-10-10 അതേപോലെ DAP ഒക്കെ വീണ്ടും ഇടവിട്ടൊക്കെ ഇങ്ങനെ വളരെ കുറഞ്ഞ ഡോസ് കൊടുക്കുക. കടലപ്പിണ്ണാക്ക് കൊടുക്കുക. 25-ാം തീയതി മൊട്ട് കാണണമെന്ന് പറയില്ലേ, അത് വേണ്ട. നിങ്ങൾ 30-ാം തീയതി വരെ ഇങ്ങനെ വളങ്ങൾ മിക്സ് ചെയ്തിട്ട് നൈട്രജൻ, ഫോസ്ഫേറ്റ് വളങ്ങൾ കൊടുത്തോളൂ. അങ്ങനെ കഴിഞ്ഞിട്ട് 30-ാം തീയതി ആകുമ്പോൾ നിങ്ങളുടെ ചെടിയിൽ 1-ാം തീയതി ഓഗസ്റ്റ് 1 ആകുമ്പോൾ ചെറിയ മൊട്ട് തുടങ്ങിയാൽ മതി. വൈകി നട്ടിട്ട് അത്തത്തിന് പൂ വേണ്ട, ഓണത്തിനോട് അടുപ്പിച്ച് മതി എന്നുള്ള ആളുകൾക്ക് ഈ തലമടങ്ങലൊക്കെ ഇപ്പോഴുള്ള തലമടങ്ങി നിൽക്കുന്ന അവസ്ഥ മാറിയിട്ട് അത് 25-ാം തീയതിയിലേക്ക്, മൊട്ട് വരുന്ന 30-ാം തീയതിയിലേക്ക് മാറ്റിക്കോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.